നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിലെ ദർശന തിരുനാളിന് കൊടിയേറി. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഗീതാ പഠന ക്ലാസ് ആരംഭിച്ചായിരുന്നു. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ പുതുതായി പണി കഴിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഗാന്ധി ജയന്തി ദിനത്തിൽ പുഷ്പാർച്ചനയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിലെ ദർശന തിരുനാളിന് കൊടിയേറി. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ 185 ദർശന തിരുനാളിന് കൊടികയറി. വെള്ളിയാഴ്ച രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മുൻ ഇടവക വികാരിയും പാവറട്ടി പള്ളി വികാരിയുമായ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ വർഗീസ് തരകൻ സഹകാർമ്മികനായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടന്നു. ഒക്ടോബർ 10, 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഗീതാ പഠന ക്ലാസ് ആരംഭിച്ചായിരുന്നു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഗീതാ പഠന ക്ലാസ് ആരംഭിച്ചായിരുന്നു. ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ണകി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഇ സുമതിക്കുട്ടി ടീച്ചറാണ് ഗുരുനാഥ. മാസത്തിൽ എല്ലാ 2ാം ശനിയാഴ്ചയാണ് ക്ലാസ്. മറ്റെല്ലാ ദിവസവും വാട്സപ്പ് വഴിയും ആണ് പഠനം. പ്രായവ്യത്യാസമില്ലാതെയുള്ള ക്ലാസ് തികച്ചും സൗജന്യമാണ്. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ പുതുതായി പണി കഴിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ പുതുതായി പണി കഴിപ്പിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. PN ഗോകുലൻ സ്വാഗതം ആശംസിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റിന് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ കർമ്മവീർ പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി NA വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രം പ്ലസ് കുടുംബാംഗമായ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കാൻ ഇടയാക്കിയ നഗരസഭാ ചെയർമാനെ മൊമെന്റോ നൽകി ആദരിച്ചു. വ്യാപാര ഭവന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങളെ മൊമെന്റോ നൽകി ആദരിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ PP ജോണി, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽതോ പോൾ, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് P മേനോൻ, ജില്ലാ ട്രഷറർ ആലിസ് എബ്രഹാം, വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു വർഗീസ്, വൈസ് പ്രസിഡന്റ് CA ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ട്രഷറർ PS അബ്ദുൽ സലാം നന്ദി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഭരണഘടനയെ അപമാനിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS ശതാബ്ദി ആഘോഷത്തിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പും 100 രൂപ നാണയവും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനയെ അപമാനിക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൊളോണിയൽ ആശയവുമായി ചേർന്ന് വിഭജന പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ് RSS. നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഓർമ്മകളെപ്പോലും അവഹേളിക്കുന്നതാണിത്. അവർ വിഭാവനം ചെയ്ത മതനിരപേക്ഷതയുടെയും ഏകത്വത്തിന്റെയും നേരെയുള്ള ആക്രമണമാണ് ഈ ദേശീയ ബഹുമതി, മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നീക്കം ശക്തമാക്കി കോൺഗ്രസ് യുവ MLA-മാർ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നീക്കം ശക്തമാക്കി കോൺഗ്രസ് യുവ MLA-മാർ. കൂടിയാലോചനകളില്ലാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിലും തന്ത്രങ്ങൾ പാളി നിയമസഭയിൽ തിരിച്ചടി വാങ്ങുന്നതിലുമാണ് MLA-മാരുടെ രോഷം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ CR മഹേഷും മാത്യു കുഴൽനാടനും സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. വിട്ടുകൊടുക്കാൻ സതീശനും കൂട്ടാക്കിയില്ല.
വാക്പോരിലേക്ക് കടന്നതോടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം പെട്ടെന്ന് അവസാനിപ്പിച്ചു. നിയമസഭാ കക്ഷി യോഗം ചേരാറില്ലെന്നും ഈ പോക്ക് അനുവദിക്കാനാവില്ലെന്നുമാണ് MLA-മാരുടെ വാദം. 4.5 വർഷത്തിനിടെ 2-3 യോഗമേ ചേർന്നിട്ടുള്ളൂ. 20 അംഗങ്ങൾ മാത്രമുള്ള പാർട്ടിക്ക് യോഗം വിളിച്ച് ചർച്ച നടത്താൻ തടസ്സമെന്താണ്? കൂടിയാലോചന ഇല്ലാത്തതിലാണ് സഭയിൽ പല ദിവസവും UDF-ന്റെ നീക്കങ്ങൾ പരാജയപ്പെടുന്നത്. ഇത് തുടർച്ചയായി നാണക്കേടുണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് ചാനൽ ചർച്ചയിൽ ഭീഷണി മുഴക്കിയതിനോട് ഉടൻ പ്രതികരിച്ചതുമില്ല. ഇവിടെ അല്ലാതെ മറ്റെവിടെ കാര്യങ്ങൾ ആലോചിക്കും? MLA-മാർ ചോദിച്ചു. പ്രകോപിതനായ പ്രതിപക്ഷ നേതാവ് മതി ഇനി സംസാരിക്കേണ്ട എന്ന് താക്കീത് നൽകി. അഹങ്കാരമാണിത്, ഞങ്ങൾ സംസാരിച്ചാൽ എന്തു ചെയ്യും എന്നായി MLA-മാർ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം. പെയ്തൊഴിയാതെ കാലവർഷം, കണക്കിൽ 3% കുറവ്. പെയ്തൊഴിയാതെ കാലവർഷമുണ്ടായിട്ടും ജില്ലയിൽ മഴ കണക്കിൽ 3% കുറവ്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് കാലവർഷമായി കണക്കാക്കുക. ഇതുപ്രകാരം ജില്ലയിൽ ലഭിച്ചത് 2067.3 മില്ലിമീറ്റർ മഴയാണ്. 2132.1 മില്ലിമീറ്ററാണ് ശരാശരി ലഭിക്കേണ്ടത്. 19% കുറഞ്ഞാലും കൂടിയാലും ശരാശരി മഴ ലഭിച്ചതായാണ് കണക്കാക്കുക. ഈ വർഷം ജില്ലയിൽ മെയ് 24 മുതൽ കാലവർഷം ആരംഭിച്ചിരുന്നു. മെയ് 24 മുതൽ 31 വരെ 405.86 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജൂണിൽ 797.56 മില്ലിമീറ്ററും ജൂലൈയിൽ 609.43 മില്ലിമീറ്ററും ആഗസ്റ്റിൽ 455.67 മില്ലിമീറ്ററും സെപ്റ്റംബറിൽ 204.64 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. മെയ്യിൽ ലഭിച്ച മഴ കൂടി കൂട്ടിയാൽ കാലവർഷത്തിൽ 2473.16 മില്ലിമീറ്റർ മഴ ലഭിച്ചു. എന്നാൽ ജനുവരി മുതൽ മെയ് വരെ ലഭിക്കുന്ന മഴ വേനൽ മഴയുടെ കണക്കിലാണ് ഉൾപ്പെടുത്തുക. മെയ് മുതൽ ആരംഭിച്ച മഴ അപൂർവം ഇടവേള ഒഴിച്ച് തുടർച്ചയായി പെയ്തു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 3% വർദ്ധിപ്പിച്ചത്. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഈ വർഷം ഇത് 2ാം തവണയാണ് ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നത്. മാർച്ചിൽ 2% വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അടിസ്ഥാന ശമ്പളത്തിന്റെ 53%-ൽ നിന്നും 55%-ആയി ഉയർന്നിരുന്നു. നിലവിലെ വർധന പ്രകാരം 60,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് 34,800 രൂപ DA ലഭിക്കും. ജനുവരിയിൽ പ്രഖ്യാപിച്ച 8ാം ശമ്പള കമ്മീഷനാണ് ശമ്പളത്തിലും അലവൻസുകളിലുമുള്ള തുടർ പരിഷ്കരണങ്ങൾ തീരുമാനിക്കുന്നത്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0484230079 9496347407. തിരികെ വാർത്തകളിലേക്ക്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. 19 അംഗ കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. പ്രസിഡന്റായി ഡോക്ടർ M. ബാലഗോപാലും സെക്രട്ടറിയായി G. രാജേഷുമാണ് ചുമതലയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിലെ ദർശന തിരുനാളിന് കൊടിയേറി. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഗീത പഠന ക്ലാസ് ആരംഭിച്ചായിരുന്നു. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ പുതുതായി പണി കഴിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.